മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രിയും കോൺഗ്രസും വ്യാജ വാഗ്ദാനം നൽകുന്നുവെന്ന് ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നും പ്രകാശ് ജാവദേക്കർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ വഖഫ് ബോർഡ് കടന്നുകയറ്റം ദേശീയ തലത്തിലും ചർച്ചയാക്കുകയാണ് ബി.ജെ.പി. 1995 വഖഫ് നിയമമാണ് നിലവിൽ രാജ്യത്ത് പ്രാബല്യത്തിലുള്ളത്. ഏത് ഭൂമിയെയും വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡുകൾക്ക് നിയന്ത്രണമില്ലാത്ത അധികാരങ്ങൾ നൽകുന്നതാണ് ഈ നിയമം. അവിടെ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു അധികാരവുമില്ലെന്ന് മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. വസ്തുതകൾ ഇതാണെന്നിരിക്കെ മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസും നൽകുന്ന വാഗ്ദാനം വ്യാജമാണെന്നും ബി.ജെ.പിയുടെ കേരളത്തിന്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി. മുനമ്പം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ LDFും UDFും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ NDA സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണം. വഖഫ് ബോർഡിനുള്ള അമിതാധികാരവും അവകാശവും ഒഴിവാക്കി സുതാര്യമാക്കുവാനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നും ജാവദേക്കർ പറഞ്ഞു. ഇരുമുന്നണികൾക്കും യാഥാർത്ഥ്യം ബോധ്യമാണെന്നിരിക്കെ വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാത്തത് ജനവഞ്ചനയാണെന്നും പ്രകാശ് ജാവദേക്കർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. കേരളത്തിൽ വഖഫ് ബോർഡ് നടത്തുന്ന അനധികൃത കടന്നുകയറ്റം വ്യക്തമാക്കി ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറും സമാന പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ വ്യക്തമാക്കിയതാണ്. ജനം, ഡൽഹി.